Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. So if you have been following my channel, ഞാൻ കേരള സെറ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് ബേസ്ഡ് വീഡിയോസ് ഇട്ട് വരുമായിരുന്നു. സോ ദാറ്റ് സീരീസ് ഇസ് നൗ ഓവർ. ഇപ്പം നമ്മൾ PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ദിസ് ഇസ് വീഡിയോ നമ്പർ 5. സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദിസ് വീഡിയോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡാഷ് ഇന്റലിജൻസ് ഹാസ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡ്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സസ്റ്റൈനബിൾ മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഇതിലേത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോ ഡൗട്ട് ഇറ്റ് ഇസ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഞാൻ ഈ പെർട്ടിക്കുലർ സീരീസിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റ് എ ടൈം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ദ റെസ്റ്റ് ഓഫ് ദ 30 ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അങ്ങനെ ചെയ്ത് പോവുകയാണ്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ ഓൾറെഡി അവൈലബിൾ ഇൻ എ PDF ഫോമാറ്റ് അണ്ടർ സർട്ടൺ വീഡിയോസ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് you can start doing it by yourself and then cross check your answers with these particular videos, or if you don't have time for that to print out അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ you can write down these questions. ആദ്യം വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ആൻഡ് ദെൻ ഗോ ഇൻ ടു ദി എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ് സോ ദാറ്റ് പതുക്കെ യു വിൽ ബിൽഡ് അപ്പ് കോൺഫിഡൻസ്. അതിനോടൊപ്പം ഓരോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ഇഫ് യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദി സിലബസ് ഡീറ്റെയിൽഡ് സീരീസ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 വീഡിയോസോളം ഉണ്ട്. അതിനോടൊപ്പം ഒരു 3 മാരത്തോൺ റണ്ണും വേറെ ഉണ്ട്. ഇത് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ യു വിൽ ഹാവ് എ ക്ലച്ച് ഓവർ ദ ഹോൾ സിലബസ്. ദെൻ യു ഡു ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് പതുക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരാം. എക്സാം പാറ്റേൺ മനസ്സിലാവും. അങ്ങനെ നമുക്ക് PYQസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി എക്സാം റെഡി. സോ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are 3 intelligence tests credited to Wechsler. വെഷ്ലറിന്റെ 3 ടെസ്റ്റ്, വെഷ്ലേഴ്സ് ടെസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ടെസ്റ്റുകൾ 3 എണ്ണമാണ് ഉള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ബിലോങ്ങിങ് ടു ദം? സോ വെഷ്ലറിന്റെ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്, ജനറൽ ഇന്റലിജൻസ് ടെസ്റ്റ്, ഇങ്ങനെ 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ വെഷ്ലർ ആകെ 3 ഇന്റലിജൻസ് ടെസ്റ്റുകൾ മാത്രമാണ് ഇതിനകത്തുനിന്ന് ശരിക്കും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതല്ലാതെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് വെഷ്ലേഴ്സ് ജനറൽ ഇന്റലിജൻസ് ടെസ്റ്റ്. അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട്? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നോക്കണം. നോട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിന്റെ ആൻസർ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ബട്ട് പ്ലീസ് ബി വെരി കെയർഫുൾ വെൻ അറ്റൻഡിങ് സച്ച് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് 1-2 പ്രാവശ്യം വായിക്കണം എന്ന് പറയുന്നത്. നമ്മൾ PYQs ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു 3 മെയിൻ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഔട്ട്ലൈൻ ബൈ വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയെ സംബന്ധിച്ച് ഈ പറയുന്നവയിൽ ഏതാണ് ആ പെർട്ടിക്കുലർ തിയറിയുമായിട്ട് അലൈൻ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൾച്ചർ ഇസ് സിഗ്നിഫിക്കന്റ് ഇൻ ലേണിംഗ്, ലാംഗ്വേജ് ഇസ് ദ റൂട്ട് ഓഫ് കൾച്ചർ, individuals learn and develop with their role in the community, students will not learn when they receive guidance. So ഇതില് students will not learn when they receive guidance ആണ്. that does not belong because നമുക്കറിയാം വൈഗോട്സ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD, അതുപോലെ മോർ നോളജബിൾ അതേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒറ്റയ്ക്ക് പരിശ്രമിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഹയർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ തിയറിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Next one, peer influence can lead to academic achievement by many ways. Academic achievementനെ ഒരുപാട് രീതിയിൽ പിയർ ഇൻഫ്ലുവൻസിൽ ലീഡ് ചെയ്യാൻ സാധിക്കും. Which of the following are indicating the peer influence leading to academic achievement? പിയർ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന അക്കാഡമിക് അച്ചീവ്മെന്റ് ഇതിൽ ഏതൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി ആൻസർ ഇസ് 1 and 2 only. ഗ്രൂപ്പ് ലേണിംഗ് ഫോർ എക്സാമിനേഷൻ, വർക്കിംഗ് വിത്ത് പിയർ ടു കംപ്ലീറ്റ് ഹോം അസൈൻമെന്റ്സ്, ഇത് രണ്ടും നമ്മുടെ അക്കാഡമിക് അച്ചീവ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതേസമയം ഫോമിംഗ് എ ഫുട്ബോൾ ടീം ഇസ് നോട്ട് അറ്റ് ഓൾ എൻ അക്കാഡമിക് അച്ചീവ്മെന്റ്, ഇറ്റ് ഇസ് റാദർ എ നോൺ അക്കാഡമിക് അച്ചീവ്മെന്റ്. അടുത്തത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ്.
IEDSS was launched from year 2009 to 2010, replaces the earlier scheme. So inclusive education for disabled at secondary സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്കീം വന്നത് 2009-10 അത് ഏത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമിനെ റീപ്ലേസ് ചെയ്ത് വന്ന സ്കീമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ് റീപ്ലേസ് IEDC, വിച്ച് വാസ് നോട്ട് ഇൻക്ലൂഷൻ ബട്ട് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് കാറ്റഗറി. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 24 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്നവയിൽ ഏതിനെയാണ് സാധൂകരിക്കുന്നത്? The state shall endeavor to provide within a period of 10 years from the commencement of Constitution for free and compulsory education to all children up to age of 14. Right of weaker sections to be protected from social injustice and all forms of exploitation. No child belonging to the age of 14 shall be employed to work. Right to being protected from being trafficked and forced into ബോണ്ടഡ് ലേബർ. ഈ 4 ഏതിനെയാണ് ആർട്ടിക്കിൾ 24 സാധൂകരിക്കുന്നത്? സോ ആൻസർ ഇസ് ആർട്ടിക്കിൾ 24 ലീഡ്സ് വിത്ത് ചൈൽഡ് ലേബർ. സോ നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 ഷാൽ ബി എംപ്ലോയ്ഡ് ടു വർക്ക് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 24 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫേസസ് ഇൻ മൈക്രോ ടീച്ചിങ്. ഇപ്പൊ നമ്മൾ മൈക്രോ ടീച്ചിങ് എന്താണെന്ന് അറിയാം. നമ്മളെല്ലാവരും BEd ചെയ്തവരാണ്, മൈക്രോ ടീച്ചിങ് ചെയ്തിട്ടുമുണ്ട്. സോ മൈക്രോ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് ഏതാണ്? ആ സ്റ്റെപ്സ് 1, 2, 3 ഇട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ കറക്റ്റ് സീക്വൻസസിലായിട്ട് അറേഞ്ച് ചെയ്യണം. സോ നോളജ് അക്വസിഷൻ ഫേസ്, ട്രാൻസ്ഫർ ഫേസ്, സ്കിൽ അക്വസിഷൻ ഫേസ്. സോ ദ ആൻസർ ഇസ് 1, 3, 2. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നു, ദെൻ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു, ഫൈനലി നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ഫേസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ ഗിവൺ കറക്റ്റ്ലി ആസ് പെർ ഗാഗ്നേസ് ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ? ഗാഗ്നയുടെ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരു 9 സ്റ്റേജ് വരുന്ന ഇതാണ് ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിനകത്ത് പറയുന്ന ആ ഇവന്റ്സ്, ചില 9 ഉണ്ടെങ്കിൽ അതിൽ ചില ഇവന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ആ ഇവന്റ്സ് ഇതിലേതുമായിട്ടാണ്? കറസ്പോണ്ടിങ് ഇവന്റിന്റെ ഒക്കറൻസും തന്നിട്ടുണ്ട്, ആ സമയത്ത് നടക്കുന്ന ലേണിംഗ് ഇവന്റ് എന്താണെന്നും ചോദിച്ചിരിക്കുകയാണ്. സോ യു ഹാവ് ടു മാച്ച്, അതായത് മാച്ച് ചെയ്യാനല്ല, ആക്ച്വലി പെയർസ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഇതിൽ ഏത് പെയർസ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഇസ് A, 1, 2, 3, 4, 5 and 6 എല്ലാം കറക്റ്റ് ആണെന്നാണ് ആൻസർ പറയുന്നത്. സോ ഗാഗ്നയുടെ ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇൻസ്ട്രക്ഷനിൽ 9 സ്റ്റേജസ് ആണുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേജസ് നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാം. രണ്ടാമത്, ഇൻഫോം ദ ലേണേഴ്സ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ്. ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് കുട്ടികളോട് കൃത്യമായിട്ട് പറയുക. നമ്മുടെ അസുബലിന്റെ അഡ്വാൻസ്ഡ് ഓർഗനൈസർ പോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പും. തേർഡ് വരുന്നത് സിമുലേറ്റ് റീകോൾ ഓഫ് പ്രയർ ലേണിംഗ്. നേരത്തെ പഠിച്ചത് എന്താണ് അതിനെ ഒന്ന് റീകോൾ ചെയ്യുക. ഫോർത്ത് വൺ, പ്രസന്റ് ദ സ്റ്റിമുലസ്. നമ്മൾ എന്താണോ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളൊരു സ്റ്റിമുലായി കൊടുക്കുക കുട്ടികളുടെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ യു പ്രൊവൈഡ് എ ലേണിംഗ് ഗൈഡൻസ്. ദെൻ അതിന് കുട്ടികളുടെ പെർഫോമൻസ് എലിസിറ്റ് ചെയ്യുക. ഫൈനലി അവരുടെ പെർഫോമൻസിനെ പറ്റി നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. മൊത്തത്തിലുള്ള പെർഫോമൻസ് അസസ് ചെയ്യുക. ആൻഡ് ഫൈനലി എൻഹാൻസ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ ത്രൂ റിവിഷൻ. ഇത്രയും കാര്യങ്ങളാണ് ദ 9 സ്റ്റേജസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഓഫ് ഗാഗ്നയുടെ ഹൈറാർക്കിക്കൽ തിയറി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഗെയിനിങ് അറ്റൻഷന്റെ സമയത്ത് ശരിക്കും എന്താ സംഭവിക്കുന്നത്? കുട്ടികളിൽ ഒരു റിസപ്ഷൻ ആണ് വരുന്നത്. കുട്ടികൾ ആ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, പ്രസന്റിങ് ദ സ്റ്റിമുലസ് സെലക്റ്റീവ് പെർസെപ്ഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ എന്ത് കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ആവശ്യം എന്നുള്ളത് കുട്ടിയാണ് സെലക്റ്റീവായിട്ട് പെർസീവ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരേ തോട്ടിലായിരിക്കില്ല ഇരിക്കുന്നത്. പക്ഷെ വി ആർ ട്രൈങ് ടു ബ്രിങ് എവറിബഡി ടുഗെദർ ഇൻ ടു ഒരു പെർട്ടിക്കുലർ മൂഡ് സോ ദാറ്റ് വി ക്യാൻ ടേക്ക് ദ ക്ലാസ്. അതുപോലെ പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസ്, സെമാൻറ്റിക് എൻകോഡിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അതിന്റെ മീനിങ്, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്, കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങിനെ ബേസ് ചെയ്ത് കുട്ടികളുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് എലിസിറ്റിംഗ് പെർഫോമൻസ്, അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, നമ്മൾ പലപ്പോഴും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. പിന്നെ എൻഹാൻസിങ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പഠിച്ച ഒരുപാട് കോൺസെപ്റ്റ്സിലെ
മേജർ ആയിട്ടുള്ള കമ്പോണന്റ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next question, a practicing teacher can improve by noting down the mistakes that they have made during a teaching and plan the ways to avoid making those mistakes in future. ദിസ് ഇസ് നോൺ ആസ്, അതായത് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് നോട്ട് ചെയ്തിട്ട് വാട്ട് വി ഡു, നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ പുതിയ പ്ലാൻസ് ഉണ്ടാക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഫീഡ്ബാക്ക്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, എക്സ്പ്ലനേഷൻ ഓഫ് മിസ്റ്റേക്സ്. സോ ആൻസർ വി നോ, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. നമ്മളെല്ലാം റിഫ്ലക്റ്റീവ് ജേർണൽസ് എഴുതിയിട്ടുള്ള. So next question, which of the following is not a cooperative learning technique? Cooperative learning technique അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിക്സോ ടെക്നിക്, തിങ്ക് പെയർ ഷെയർ, പിയർ ട്യൂട്ടറിംഗ്, ഡെമോൺസ്ട്രേഷൻ. ഇതിലേതാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? നമുക്ക് കോപ്പറേറ്റീവ് ലേണിംഗ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഡെമോൺസ്ട്രേഷൻ. കാരണം ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു കാര്യം, ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എക്സ്പെരിമെന്റേഷൻ. സോ അതൊന്നും ഇവിടെ നടക്കാത്തതുകൊണ്ട് അതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് ടെക്നിക് അല്ലാത്തത്. നെക്സ്റ്റ് വൺ, ദ കോൺസെപ്റ്റ് ഓഫ് സ്കൂൾ കോംപ്ലക്സ് വാസ് ഫസ്റ്റ് സജസ്റ്റഡ് ബൈ. ഈ ക്വസ്റ്റ്യൻ ആ വർഷം ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് കോത്താരി കമ്മീഷൻ ആണെങ്കിലും നമുക്ക് മുതലിയാർ കമ്മീഷനെ വേണമെങ്കിൽ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് നമ്മൾ പ്രൈമറി സ്കൂൾസും സെക്കൻഡറി സ്കൂൾസും പണ്ട് രണ്ടായിട്ടാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യിക്കാൻ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതലിയാർ കമ്മീഷൻ ആയിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇറ്റ് വാസ് ഡ്രോപ്ഡ്. സോ ആൻസർ സ്കൂൾ കോംപ്ലക്സ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആൻസർ കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NEP 2020 ഫോക്കസസ് മെയിൻലി ഓൺ. ഈ പറയുന്നതിൽ എന്തിനെയാണ് NEP 2020 ഫോക്കസ് ചെയ്യുന്നത്? എൻകറേജിങ് എലേറ്റഡ് ഗ്രൂപ്പ്സ് ഓഫ് ചിൽഡ്രൻ ടു അറ്റൈൻ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ, making India a global knowledge superpower, closing down of schools which have deficient infrastructure facilities, rigid educational system for retaining Indian cultural heritage. ഇത് വായിക്കുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യം കത്തും. കാരണം എലേറ്റഡ് ഗ്രൂപ്പ്, അതായത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് തെറ്റായ നോഷനാണ്. ഒരു കമ്മീഷനും അങ്ങനെ പറയില്ല. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്കൂൾസിനെ ക്ലോസ് ഡൗൺ ചെയ്യാനല്ല, അതിനെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് നമ്മുടെ പല കമ്മീഷൻസും നോക്കുന്നത്. അതുപോലെ റിജിഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒരു കമ്മീഷനും പറയുന്നില്ല. എസ്പെഷ്യലി 2020 ഒരു കമ്മീഷൻ അങ്ങനെ പറയാൻ ഒരിക്കലും വഴിയില്ല. സോ മേക്കിംഗ് ഇന്ത്യ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റിനെ അറ്റംപ്റ്റ് ചെയ്യാൻ. ലൈക്ക് നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല, ഔട്ട് ഓഫ് ദി സ്കോപ്പ് ഓഫ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും അത് വായിച്ച് മനസ്സിലാക്കി ഒരു പെർട്ടിക്കുലർ കോമൺ സെൻസ് വെച്ച് നമുക്ക് മിക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇംപ്രൊവൈസേഷൻ ഓഫ് എയ്ഡ്സ്. നമ്മളൊരു എയ്ഡ് ഉണ്ടാക്കി നമ്മൾ അതിനെ ഇംപ്രൊവൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഇത് നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊവിഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ ഓൺ സൈക്കോമോട്ടോർ ഡൊമെയിൻ, എൻകറേജ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഈസി വേ ഓഫ് ഫോർമേഷൻ. നോട്ട് ആൻ ഒബ്ജക്റ്റീവ്, ഓബ്വിയസ്ലി ഈസി വേ ഓഫ് ഫോർമേഷൻ ആയിരിക്കും. കാരണം ഇംപ്രൊവൈസ്ഡ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുന്നത് വുഡ് ബി പ്രോബബ്ലി ക്രിയേറ്റിവിറ്റി ആൻഡ് എൻഗേജ്മെന്റ്. അത് രണ്ടും ഇല്ലാതെ ഈസി വേ ഓഫ് ഫോർമേഷൻ ഓഫ് എയ്ഡ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഒരിക്കലും നമ്മൾ എയ്ഡ് ഇംപ്രൊവൈസേഷനിൽ കൊണ്ടുവരാറില്ല. അടുത്തത്, ഇൻ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചർ ടോക്ക് ഇൻക്ലൂഡ്സ്. നമ്മുടെ ടീച്ചർ ടോക്ക്, പീപ്പിൾ ടോക്ക്, അതുപോലെ കൺഫ്യൂഷൻ ഓർ സൈലൻസ് എന്ന് പറഞ്ഞ് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചത്. അതിൽ ടീച്ചർ ടോക്ക് തന്നെ ഡയറക്റ്റും ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റും ഉണ്ടായിരുന്നു. അപ്പം ആ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പം അതിനകത്ത് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചർ ടോക്ക് എവിടെ വരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ യു ആർ അക്സെപ്റ്റിംഗ് ഫീലിംഗ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഇസ് ആക്ച്വലി ആൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചർ ടോക്ക്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സിമുലേറ്റഡ് ടീച്ചിങ്. സിമുലേറ്റഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള ഒരു, അതായത് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്നു, നമുക്ക് 100 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ നമുക്ക് കുട്ടികളെ 100 വർഷം മുമ്പുള്ളൊരു അടുത്ത് കൊണ്ടുപോയി ഇത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ സൃഷ്ടിക്കുന്നത്
നെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമുലേറ്റഡ് ടീച്ചിങ്ങിന്റെ അകത്ത് വരുന്ന ടെക്നീക്ക് ഏതാണ്? റോൾ പ്ലേ ആണോ, ജിക്സോ ആണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, തിങ്ക് പെയർ ഷെയർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സിനാരിയോനെ നമ്മളിപ്പോൾ മോക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ, ഇന്റർവ്യൂവിന് പോണതിന് മുമ്പ് നമ്മളൊരു മോക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോക്ക് സിനാരിയോസ് ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് ആ സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്നു. സോ ദാറ്റ് ദേ ബിക്കം ഫെമിലിയർ വിത്ത് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ദെയർ. നെക്സ്റ്റ്, നെറ്റ്വർക്ക് അനാലിസിസ് ഓഫ് റിലേഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻ സ്മോൾ ഗ്രൂപ്പ് സിറ്റുവേഷൻസ് ആർ റെപ്രസെന്റഡ് ഇൻ. അതായത് നമ്മൾ ചില ചെറിയ ഗ്രൂപ്പ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് ഈ പറയുന്ന ഏത് ടെക്നീക്ക് കൊണ്ട് ചെയ്യാം? സോഷ്യോമെട്രി, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, ക്ലസ്റ്റർ അനാലിസിസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ആൻസർ സോഷ്യോമെട്രി. നമ്മളെല്ലാവരും BEd ചെയ്യുന്ന ഒരു വർക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാണ്. കുട്ടികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രിഫറൻസ് വെച്ചിട്ട് നമ്മൾ അവരെ മാപ്പ് ചെയ്തെടുക്കും. സോ ദാറ്റ് വി നോ ആ ക്ലാസ്സിൽ എത്ര ഐസൊലേറ്റ്സ് ഉണ്ട്, ആരാണ് സ്റ്റാർ, എത്ര ക്ലിക്സ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. സോഷ്യോമെട്രി എന്നുള്ള ടെക്നീക്ക് മുമ്പോട്ട് വെച്ച വ്യക്തിയുടെ പേര് എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, വേ ഓഫ് അസസ്മെന്റ് ബൈ വിച്ച് ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ആൻഡ് മാച്ച് അസസ്മെന്റ് വിത്ത് വേരിഡ് പ്രൊഫൈൽ, needs and preference of diverse students in order to bridge individual learning gap and meet students individual learning needs in assessments. അതായത് ഓരോ കുട്ടിയും നമ്മൾ നോക്കിയതിന് ശേഷം അവർക്ക് വേണ്ട ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് നമുക്കറിയാം, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടിക്കും വേണ്ട ലെവൽ ഓഫ് ടീച്ചിങ്ങും ലെവൽ ഓഫ് സപ്പോർട്ടും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ അസസ്മെന്റിനെ ചേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഒത്തന്റിക് എന്നാണോ, ഡിഫറൻഷിയേറ്റഡ് എന്നാണോ, ഇൻഫോർമൽ എന്നാണോ, ഫോർമൽ എന്നാണോ? സോ ആൻസർ ഇസ് ഡിഫറൻഷിയേറ്റഡ്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ലേണേഴ്സും ഡൈവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ നീഡ്സ് മനസ്സിലാക്കിയതിന് ശേഷം, അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നമ്മൾ അവർക്ക് പറ്റുന്ന ലേണിംഗ് ഔട്ട്കംസിനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഔട്ട്കംസ് റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള, അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, ദ സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇസ്. എഡ്യൂക്കേഷന്റെ സോഷ്യൽ എയിം എന്താണ്? ഇത് നമ്മുടെ എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റിംഗ് സോഷ്യലി ഇൻഫ്ലുവൻസിങ് ആർട്ടിക്കിൾസ് ഫോർ എൻലൈറ്റനിങ് സൊസൈറ്റി, developing of one's own society and social culture, developing spirit of sociality and good citizenship, develop skills for taking part in social functions. So the answer is developing the spirit of sociality and good citizenship. നമുക്കറിയാം, എഡ്യൂക്കേഷന് പല ടോപ്പിക്സിൽ പല മീനിങ്സ് ആ പറയുന്നത്. അതുപോലെ എഡ്യൂക്കേഷണൽ സോഷ്യോളജിക്കകത്ത് നമ്മൾ പറയുന്നത്, കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയിൽ മേജറായിട്ട് വരേണ്ട ഒരു എബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യബിലിറ്റി ആണ്. അതായത് കൂടെയുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും അവരുടെ തോട്ട്സിനെയും കാര്യങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദി ആർട്ടിക്കിൾ വിച്ച് സേസ് ദാറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 10 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് the Constitution for free and compulsory education of all children until they complete the age of 40. 14 വയസ്സിന് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഇസ് ആർട്ടിക്കിൾ 45, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് പറയുന്നത് മാൻഡേറ്റഡ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു 14 years. Now, which of the following is least considered as a personal skill? ഒരാളുടെ പേഴ്സണൽ സ്കില്ലായിട്ട് നമുക്ക് ലീസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, ലീസ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ നോക്കുക. നമ്മൾ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐ ഹവ് സീൻ സോ മെനി നോട്ട് ആൻഡ് നോ, ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നു, നിങ്ങൾ ഈ പെർട്ടിക്കുലർ വേർഡ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദാറ്റ് മൈറ്റ് അഫക്റ്റ് യുവർ പെർഫോമൻസ് ഇൻ ദി എക്സാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ PYQs ചെയ്യാൻ പറയുന്നത്. സോ ലീസ്റ്റ് കൺസിഡേർഡ് പേഴ്സണൽ സ്കിൽ, അഡാപ്റ്റബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ആക്റ്റീവ് ലിസണിങ്, സെൽഫ് ഡിസിപ്ലിൻ. ഇതിൽ ഏതാണ് ലീസ്റ്റ് കൺസിഡേർഡ് പേഴ്സണൽ സ്കിൽ? സെൽഫ് ഡിസിപ്ലിൻ ആണ്. While valuable, self-discipline is often considered a personal trait rather than an interpersonal soft skill. അപ്പൊ നമ്മുടെ ഒരു സ്കില്ലായിട്ടല്ല, പകരം നമ്മുടെ ഒരു ട്രേറ്റ് ആയിട്ടാണ് സെൽഫ് ഡിസിപ്ലിനെ കാണുന്നത്. നെക്സ്റ്റ് വൺ, which of the following is not a benefit?
ഓഫ് യൂസിങ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കുക, അതുപോലെ ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഹ്യൂജ് എനർജി കൺസപ്ഷൻ കുറയ്ക്കുക, ഇങ്ങനെയുള്ള തോട്ട്സ് എല്ലാം കൂടെ മുമ്പോട്ട് വെക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. സോ അതിന്റെ ബെനിഫിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. റെഡ്യൂസ് energy consumption, which results in low carbon dioxide emission, save money that was spent in extra usage of energy and resources, applies changing government policy to encouraging recycling, more greenhouse gas emission than air travel. So answer is more greenhouse gas emission than air travel. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മോർ എന്നാണ്, വിച്ച് മേക്സ് ദ സെന്റൻസ്, വിച്ച് മേക്സ് ദി ആൻസർ ഇറ്റ് സെൽഫ് റോങ് ഫോർ ദാറ്റ്. അതുകൊണ്ട് നോട്ട് എ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Processing of massively complex or data-laden problems using the concentrated compute resources of multiple computer systems working in parallel is known as. ഈ സാധനത്ത് പാരലൽ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് പാരലലായിട്ട് കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് പറയുന്നത്. വിച്ച് ലിങ്ക്സ് മൾട്ടിപ്പിൾ സിസ്റ്റംസ്. ഒരുപാട് സി പി യുസിനെ മൾട്ടിപ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ലാർജ് സ്കെയിൽ പാരലൽ കമ്പ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം ചിലപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ കാണില്ല. ഇതൊക്കെ വളരെ ഇൻ ദ സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ യെസ്, ബട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ചില ടോപ്പിക് ഹെഡിങ്സ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ സ്പെഷ്യലി സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ നോട്ട്സിന്റെ കൂടെ ഒരു ബാക്കിൽ ഒരു എക്സ്ട്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ആഡ് ചെയ്ത് അതിനകത്ത് എഴുതി വെച്ചേക്കുക. ആൻഡ് വെൻ യു റിവൈസ് അതും കൂടെ റിവൈസ് ചെയ്ത് പോവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാരാമെട്രിക് ടെസ്റ്റ്. സോ ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു, നമുക്ക് രണ്ട് രീതിയിലുള്ള സാമ്പിളിംഗ് ഉണ്ട്. സാമ്പിളിംഗ് തന്നെ രണ്ട് രീതിയിലുണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ റാൻഡമായി ചൂസ് ചെയ്യുന്നു. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ അതേപടി യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ പോപ്പുലേഷനിലെ ഒരു ബെറ്റർ റെപ്രസെൻറ്റേഷൻ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഒരു പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലും വരുന്നു. അപ്പം നമുക്ക് ഈ പ്രോപ്പർ റെപ്രസെൻറ്റേഷനുള്ള പോപ്പുലേഷനിലെ സാമ്പിൾ എന്ന് പറയുന്നത് തരുന്ന ഡേറ്റ കുറച്ചുകൂടെ വളരെ ജനറലൈസബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും. അങ്ങനെയുള്ള ഡേറ്റാസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റിനെയാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം നോൺ പാരാമെട്രിക് നോൺ പ്രോബബിലിറ്റിക് ഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാം. നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഡേറ്റയുടെ മണ്ടയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഓബ്വിയസ്. നോൺ പ്രോബബിലിറ്റിക് സാമ്പിളിങ്ങിൽ നിന്ന് എടുത്ത ഡേറ്റേനെ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുന്നു. പ്രോബബിലിറ്റിക് സാമ്പിളിൽ നിന്ന് എടുത്ത ഡേറ്റേനെ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇതിൽ ഏതാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ടി ടെസ്റ്റ് ആണ് പാരാമെട്രിക് ടെസ്റ്റ്. സോ ടി ടെസ്റ്റ്, അനോവ ഇതൊക്കെ പാരാമെട്രിക് ടെസ്റ്റുകളാണ്. വേറസ് റൺ, സൈൻ, മാൻ, വിറ്റ്നി, യു ഒക്കെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. നെക്സ്റ്റ് വൺ, ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് വുഡ്സ് ഡെസ്പാച്ച്. എന്തുകൊണ്ടാണ് അത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിട്ട് അറിയപ്പെടുന്നത്? ആ വുഡ്സ് ഡെസ്പാച്ച് വന്ന ഇയർ ഏതാണ്? ഇത് രണ്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഹൂ പ്രപ്പോസ് ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്? വളരെ എളുപ്പം, സ്പിയർമാൻ ആണ് ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തത്. ദി ആക്ഷൻ ഓഫ് സപ്രസിംഗ് എ തോട്ട് ഓഫ് ഡിസയർ ഓഫ് വൺ സെൽഫ് സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് ഉള്ളിൽ വെക്കുകയാണ്. സോ ദാറ്റ് അത് അൺകോൺഷ്യസിലേക്ക് പോകും. പതുക്കെ നമ്മളത് മറക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് കാണും. ദെൻ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് റിപ്രഷൻ. ഈ പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്തതും ഇങ്ങനൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. So that's it from my side for today. Thank you. So stay tuned. Any videos വരാനുണ്ട്. So നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബിലോ, അല്ലെങ്കിൽ മെയിൽ മീ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇമെയിൽ ID. സോ ആസ് ഐ ഗെറ്റ് ടൈം നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാം. എന്തായാലും ഓഗസ്റ്റ് 24 മുമ്പ് എൻ്റെ കയ്യിലുള്ള എല്ലാ PYQs ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിയും. മേക്ക് ഷുവർ ദറ്റ് യു സീ ദ ഡീറ്റെയിൽഡ്
syllabus-based classes and then attend the PYQ so that you build confidence rather than losing it. So that's it from my side for today.